എല്ലാവർക്കും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ എഴുന്നേറ്റത് മുതൽ ഒരേ ഓട്ടമായിരുന്നു സുഹൃത്തുക്കളെ. മക്കളെ സ്കൂളിലേക്ക് വിടാനായിട്ട് ലേറ്റായപ്പോൾ ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റും പിന്നെ കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി സ്പെഷ്യൽ കറി സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അതൊക്കെ കഴിഞ്ഞൊരു വലിയ പണിക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന കബോർഡ് മൊത്തം വൃത്തിയാക്കണം. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ്. അതിൻ്റേതായ ചില കഥകളുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ലെറ്റ്സ് ഗോ. വ്ലോഗ് ആരംഭിച്ചേ. ഇതൊരു ബുധനാഴ്ചത്തെ വിശേഷങ്ങളാട്ടോ. അപ്പോൾ രാവിലെ തന്നെ വളരെ തിരക്കാട്ടോ. എന്നാൽ വെച്ചാൽ സുഹൃത്തുക്കളെ ഇന്ന് സ്കൂളിലിടാൻ അല്പം ലേറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ ലഞ്ച് ബോക്സ് സെറ്റാക്കി എടുക്കാനും വളരെ തിരക്ക് പിടിച്ചിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. ലഞ്ച് ബോക്സ് സെറ്റാക്കി എടുക്കുന്നത് എനിക്ക് വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞില്ല. എന്നാലും എന്നിൽ കഴിയുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ രാവിലെ തന്നെ വളരെ ഈസി ആയിട്ട് എന്താ തയ്യാറാക്കിയെടുക്കുക എന്ന് ചിന്തിച്ചപ്പോൾ ഗോതമ്പ് പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു. വേഗം തന്നെ ദോശ സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ദോശ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമുക്ക് തക്കാളി ചമ്മന്തി സെറ്റാക്കി എടുത്താൽ ഒരു പാൻ വെച്ച് കൊടുത്തോ വെളിച്ചെണ്ണ വെച്ച് നല്ല രീതിയിൽ ചൂടായി എന്നപ്പോൾ നമ്മുടെ സബോള അരിഞ്ഞതും നമ്മുടെ തക്കാളി അരിഞ്ഞതും അതിലേക്ക് ഇട്ട് പാകത്തിന് ഉപ്പിട്ടോ. അത് ഞാൻ നമ്മുടെ മുതിര വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇന്ന് മുതിര തോരനാട്ടോ വെക്കുന്നത്. അപ്പോൾ അത് വിസിലടിക്കുന്നുണ്ട്. അത് വേവുമ്പോഴേക്കും നമുക്ക് കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വേഗം തന്നെ മേശപ്പുറത്ത് കൊടുന്നേക്കാട്ടോ. അത് സെറ്റായിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി സെറ്റായി, അതേപോലെ തന്നെ ദോശയും സെറ്റായി. നേരെ നമുക്ക് പിള്ളേഴ്സിന് കൊണ്ടുകൊടുത്ത് പിള്ളേഴ്സ് ഫുഡൊക്കെ കഴിച്ചു. മുതിര തോരനൊക്കെ സെറ്റായി. പിന്നെ ലഞ്ച് ബോക്സൊക്കെ സെറ്റാക്കി വെച്ച് മോൻ പോയിട്ടോ. അതിന് പിന്നാലെ പാത്തൂസ് ഇറങ്ങിയിട്ടുണ്ട് സ്കൂളിലേക്ക് കേട്ടോ. വളരെ പെട്ടെന്ന് വളരെ സ്പീഡിൽ വളരെ ഓട്ടപ്പാച്ചലിൽ എല്ലാ കാര്യങ്ങളും ഒതുക്കിയത് കൊണ്ട് തന്നെ ഇന്ന് ലേറ്റായില്ല കേട്ടോ. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നപ്പോൾ ചെറിയൊരു കുസൃതിയാട്ടോ ചെയ്യുന്നത്. കോടങ്ങോട്ട് തിരിച്ച് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം കുസൃതിയൊക്കെ കണ്ട് നിന്ന് പിന്നെ അവൾ ഓട്ടോറിക്ഷ കയറിപ്പോയി. അതിനുശേഷം വീട്ടിലേക്ക് വന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഗോതമ്പ് ദോശയും അതേപോലെ തന്നെ തക്കാളി ചമ്മന്തിയും കൂട്ടി അങ്ങോട്ട് കഴിച്ചോ. അതിനുശേഷം വീതനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഗ്യാസ് അടുപ്പ് വെക്കുന്ന ഭാഗമാണ് ഞാൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്തെടുത്തത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗ്യാസ് അടുപ്പ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കറി സെറ്റാക്കി എടുക്കണ്ടേ. അപ്പോൾ കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു. വളരെ സ്പെഷ്യലായിട്ട് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി മീൻകറി റെസിപ്പി കണ്ടാലോ കൂട്ടുകാരെ. നാളികേരവും ചെറുള്ളി പെരിഞ്ചീരകം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പാകത്തിന് ചേർത്ത് നല്ല രീതിയിൽ വെണ്ണ പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. 2 കുടംപുളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ കഴുകിയിട്ടാട്ടോ ഞാൻ ചൂടുവെള്ളത്തിലിട്ടത്. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൈപ്പിൽ കാട്ടി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ അത് സെറ്റാക്കി എടുത്തു. ഇനി നമുക്ക് മൺചട്ടിയിൽ സെറ്റാക്കി എടുത്താലോ വളരെ ടേസ്റ്റി ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് മൺചട്ടിയിൽ തന്നെ ഒന്ന് കറി സെറ്റാക്കി എടുക്കാം. നിങ്ങൾ ഉച്ചക്കത്തെ ലഞ്ച് സെറ്റാക്കി എടുത്താൽ എന്തായിരുന്നു സ്പെഷ്യൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. മൺചട്ടി കഴുകി വൃത്തിയാക്കിയതാ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ചൊയ്ത്തിങ്ങായിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ചെടുത്തു. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് 2 ചുള കുടംപുളി നടുവേ കീറി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ കറിയിലേക്ക് നമ്മുടെ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് ഉരുളങ്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചെമ്മീൻ കറി വയ്ക്കുമ്പോൾ. ഉരുളങ്കിഴങ്ങ് അതുപോലെ തന്നെ ചക്കക്കുരു ഇതൊക്കെ നല്ല ഇതാട്ടോ. നമുക്ക് ചെമ്മീൻ കറിയിൽ ഇട്ട് വെച്ചാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഉരുളങ്കിഴങ്ങ് കയ്യിലിരിപ്പുണ്ടായിരുന്നു, അതാട്ടോ ഇട്ട് കൊടുത്തത്. അത് നല്ല രീതിയിൽ തിളച്ച് മറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ചെമ്മീൻ വെന്തിട്ടുണ്ട്, ഉരുളങ്കിഴങ്ങും വെന്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിൽ സെറ്റായിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നമുക്ക് രുചി കൂട്ടണ്ടേ, താളിക്കണ്ടേ. അതിനായി നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞ സെറ്റാക്കി വെച്ചു. അതിനിടയിൽ നമ്മുടെ കൊഴുവ കിട്ടിയിട്ട് വളരെ കുഞ്ഞ കൊഴുവായിട്ട് അതൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. അതിനിടയിൽ ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ കറി തോളിച്ചെടുക്കുകയാണ്. കൊച്ചുള്ളി പൊടിയായി അരിഞ്ഞ് അതിലേക്കിട്ട് നല്ല രീതിയിൽ മൂപ്പിച്ച നമ്മുടെ കറിയിലേക്ക് വീത്തി കൊടുത്തു. അടിപൊളി ടേസ്റ്റിലാണ് നമ്മുടെ ചെമ്മീൻ കറി സെറ്റായിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ചെമ്മീൻ കറിക്ക് ഒരു ലൈക്ക് തരാമോ കൂട്ടുകാരെ. അടിപൊളി ടേസ്റ്റിന് വളരെ സിമ്പിളായി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ഇതിനൊരു ലൈക്ക് തരാൻ മറക്കരുത് ചെമ്മീൻ കറിക്ക്. അങ്ങനെ നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ള ഇഡ്ഡലിക്കുള്ള പച്ചരി ഉഴുന്നും കഴുകി ക്ലീൻ ചെയ്ത് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചു. അതിനുശേഷം നമ്മൾ കബോർഡ് ക്ലീൻ ചെയ്യാനായിട്ട് വരുന്നത്.
ഞാനിപ്പോൾ ഒരു വാടക വീട്ടിലാട്ടാ താമസം. ഞങ്ങൾക്ക് മുമ്പ് ഒരുപാട് പേര് വന്നു പോയി താമസിച്ചു പോയ ഒരു വീടാണിത് കേട്ടോ. ഓരോരുത്തരും പോകുമ്പോൾ അവരുടെ ചില അടയാളങ്ങൾ ഇവിടെ ബാക്കി വെക്കാറുണ്ട് കേട്ടോ. പാചകം ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ഈ ക്ലീനിങ് പരിപാടിയാട്ടാ. അപ്പോൾ വളരെ പെട്ടെന്നാട്ട ക്ലീൻ ചെയ്യുന്നത്, വളരെ സ്പീഡിലാണ്. എന്ന് വെച്ചാൽ ക്ലീനിങ് കഴിഞ്ഞ് നമുക്ക് മറ്റുള്ള എന്താ വെച്ചാൽ വീഡിയോസും കാര്യങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ പരിപാടി കഴിഞ്ഞ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓരോരുത്തരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഇത് നേർച്ചപ്പട്ടിയാണ് കേട്ടോ ഗുരുനിധി. അതേപോലെ തന്നെ അമ്മയുടെ മരുന്ന് പാട്ട, അതുപോലെ തന്നെ പാത്തൂസ് മോൻ്റെ തൊപ്പി, അതേപോലെ തന്നെ ഇതാ മുസല്ലൊക്കെ എടുക്കുമ്പോൾ ആദ്യം തന്നെ ഉളു എടുത്തിട്ട് വേണം മുസല്ലൊക്കെ മടക്കി സെറ്റാക്കി വെക്കാൻ കേട്ടോ. അതുപോലെ തന്നെ മുസഫുകളൊക്കെ കയ്യിലെടുക്കുമ്പോൾ നമ്മൾ ഉളു ചെയ്തിട്ട് വേണം കേട്ടോ നമുക്കതൊക്കെ സെറ്റാക്കാനായിട്ട്. ഉളു പ്രധാനമാണ് കേട്ടോ ഈ കാര്യത്തിൽ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് സെറ്റാക്കാണ്. അപ്പോൾ അടുത്ത തട്ട് ക്ലീൻ ചെയ്യാനായിട്ട് എല്ലാ ഐറ്റംസ് ഇത് പുറത്ത് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇഷ്ടപ്പെടുന്നുണ്ടോ എൻ്റെ വീഡിയോ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോയിൽ കുക്കിംഗ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം, ക്ലീനിങ് ആണോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി അടുത്തതായി ഈ കബോർഡിൽ നമ്മുടെ സിം കാർഡൊക്കെ വന്ന് പെട്ടിട്ടുണ്ട്. പ്ലേസ് കൊണ്ടിട്ടതാട്ടോ. അതൊക്കെ ക്ലീൻ ചെയ്ത് പുറത്തേക്ക് എടുത്തു. വേണ്ടതും വേണ്ടാത്തതൊക്കെ തലം തിരിച്ചു വെച്ചു. അങ്ങനെ ക്ലീൻ നമ്മുടെ രണ്ടാമത്തെ കബോർഡിൻ്റെ തട്ടുക ക്ലീൻ ചെയ്തെടുക്കാൻ കേട്ടോ. നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്തെടുത്താലും നമുക്ക് മുന്നേ താമസിച്ചവരുടെ ചില അടയാളങ്ങളും കാണുന്നുണ്ട് കേട്ടോ. ക്ലീനിങ് ആണ് ഇഷ്ടം, അതുപോലെ തന്നെ കുക്കിംഗ് ആണോ എൻ്റെ ഈ വീഡിയോസിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ താല്പര്യപ്പെടുന്ന ഏതാണ് വീഡിയോ അത് സ്ഥിരമായിട്ട് ഞാൻ വീഡിയോസായിട്ട് ഇടാം. എല്ലാവരും കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ മുസ്തഫും കാര്യങ്ങളും നമ്മളുടെ കയ്യിലെടുക്കുമ്പോൾ തീർച്ചയായും നമ്മൾ എന്ത് വേണമെന്നറിയോ? ശുദ്ധി വേണം, ഉളു വേണം കേട്ടോ. അപ്പോൾ ഉളു എടുത്തതായിട്ട് ഞാൻ സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ മടക്കി പെറുക്കി അങ്ങനെ ക്ലീൻ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ.